ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്തുതി, തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കുവാനും തിരുഹിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രായോഗിക ജീവിതത്തിൽ ദൈവാനുഭവം നമുക്ക് ലഭിക്കാനുമായിട്ട് നമ്മെ തന്നെ ദൈവങ്ങളിൽ നമുക്ക് അർപ്പണം ചെയ്യാം. വിശ്വാസം അത് ചലനാത്മകമല്ലെങ്കിൽ നിർജീവമാണ്. അതുകൊണ്ട് പ്രയോജനമില്ല. നാമധേയ ക്രിസ്ത്യാനിത്വം കൊണ്ട് മാത്രം ഉള്ള ഫലങ്ങൾ മാത്രമേ അത് നമുക്ക് പ്രദാനം ചെയ്യുകയുള്ളൂ. എന്നാൽ അതിനല്ല ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ജീവനുള്ള മന്ദിരങ്ങളായി. പഴയ നിയമത്തിൽ കൈപ്പണിയായതിൽ ദൈവം വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിർജീവമാണ്. നമ്മൾ ജീവനുള്ള മന്ദിരങ്ങളായി, ജീവനുള്ള ആലയങ്ങളായി ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടവരാണ് എന്നുള്ളതാണ് ദൈവിക ഉദ്ദേശം. നാം ആരോഹണ സങ്കീർത്തനത്തിൻ്റെ സമാപനത്തിലേക്ക് ഇന്നലെ നമ്മൾ വന്നു. 134 സങ്കീർത്തനം തൊട്ട് വരെ ആരോഹണ ഗീതം, അത് നല്ലൊരു പരിസമാപ്തിയിലേക്ക് വന്നാൽ നമ്മൾ കാണുന്നു. ഇത് 135 നമ്മൾ പ്രവേശിക്കുകയാണ്. 135 സങ്കീർത്തനം ഒരു സ്തോത്ര സങ്കീർത്തനം. എല്ലാ ദൈവിക ചെയ്ത നന്മകളെയൊക്കെ ഓർത്ത് ഒന്ന് ദൈവത്തെ സ്തുതിക്കുക. പൂർവ്വകാലങ്ങളിൽ ദൈവം ചെയ്തത് ഒന്ന് മെമ്മറൈസ് ചെയ്യുക, ഒന്ന് മനനം ചെയ്യുക, ഒന്ന് അയവിറക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. ദൈവം ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുമ്പോൾ അയവിറക്കുന്ന മൃഗങ്ങളെ ശുദ്ധമുള്ള മൃഗമായിട്ടാണ് കാണുന്നത്. ശുദ്ധിയില്ലാത്തതായിട്ടുള്ള ശുദ്ധിയുള്ളതാണ്. അതിനകത്ത് ഒരു ഭാഗം പറഞ്ഞാൽ പന്നി അയവിറക്കുന്നുണ്ടെങ്കിൽ കുളമ്പ് പിളർന്നതല്ലാകിയാൽ അത് അശുദ്ധമെന്ന് പറയും. പന്നി അയവിറക്കുന്നുണ്ട്, കുളമ്പ് പിളർന്നതല്ലാകിയാൽ. എന്നാൽ മറ്റു മൃഗങ്ങൾ അയവിറക്കുന്നതും കുളമ്പ് പിളർന്നിരിക്കുന്നതുമായ മൃഗങ്ങളാണ് ശുദ്ധമുള്ളവ എന്ന് പറയുന്നത്. രണ്ട് അർത്ഥമാണ് ഇതിന് പറയുന്നത്. ഒന്ന്, അയവിറക്കുക എന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ ഓർക്കുക, മനനം ചെയ്യുക, ച്യൂയിങ് ഓഫ് കട്ട് എന്ന് പറയുക. അതായത് ദൈവിക നന്മകൾ ഓർക്കുക, എപ്പോഴും ധ്യാനത്തോടെ ദൈവത്തെ സ്തുതിക്കുക, അതൊക്കെയാണ്. എന്നാൽ കുളമ്പ് പിളറുക എന്ന് പറഞ്ഞാൽ അത് വേർതിരിയമാണ്, സെപ്പറേഷൻ. നമ്മുടെ ജീവിതത്തിനൊരു വേർതിരിക്കപ്പെട്ട ഒരു അനുഭവം എല്ലാറ്റിലും ദർശിക്കാൻ സാധിക്കണം. ലോക മനുഷ്യരിൽ നിന്നും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. അവരോടുകൂടെ ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എണ്ണയും വെള്ളവും പോലെ വേർതിരിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. നമ്മളിന്ന് ലോകമയത്വത്തിൽ തന്നെയാണ്, ലൗകികരാണ്. ലോകം നമ്മളെ പകയ്ക്കുന്നില്ലെങ്കിൽ ആശ്ചര്യപ്പെടരുത്. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടാതെ നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ലോകം നമ്മുടെ സ്നേഹിതരല്ല, ലോകം നമ്മളെ പകയ്ക്കും. അങ്ങനെ പകയ്ക്കുന്നില്ലെങ്കിൽ ആ സെപ്പറേഷൻ വന്നിട്ടില്ല. ദൈവം നമ്മൾ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുത്താണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, ചൂസൺ. അപ്പം അതാണ് ഈ പിളർന്നിരിക്കുന്ന കുളമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പന്നിയുടെ കുളമ്പ് പിളർന്നതല്ല എന്ന് പറഞ്ഞാൽ ആ വേർപാടില്ല, സെപ്പറേറ്റഡ്, ആ കോളിങ് അതില്ലാത്തത് കൊണ്ടാണ് അതിനെ അശുദ്ധമെന്ന് പറയുന്നത്. അത് സിംബോളിക്കാണ്, ദൃഷ്ടാന്തവൽക്കരിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഈ പശുക്കളൊക്കെ കണ്ടിട്ടില്ലേ നമ്മളത് ഭക്ഷണമുള്ള, അപ്പോൾ അത് ശരിയായിട്ട് അത് പുല്ലിങ്ങനെ ഭക്ഷിക്കുകയാണ്, പിന്നെ അത് വിശ്രമിക്കുമ്പോൾ അത് അയവിറക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക കാര്യങ്ങൾ മനനം ചെയ്യുവാനായിട്ട് സാധിക്കണം. പൂർവ്വകാലങ്ങൾ അങ്ങനെ ഒരു സങ്കീർത്തനമാണ് 135 സങ്കീർത്തനം. പൂർവ്വകാലങ്ങളിൽ ദൈവം ചെയ്തത് ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനം. 20 വാക്യങ്ങളുണ്ട്, 21 വാക്യങ്ങളുണ്ട്. 2 പോർഷനായിട്ട് ചിന്തിക്കാമോ. ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവം നമുക്ക് കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആഹ്വാനം ചെയ്യുകയാണ്. സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുക. തുടക്കം ഇങ്ങനെയാണ്: യഹോവയെ സ്തുതിക്കുവീൻ, യഹോവയുടെ നാമത്തെ സ്തുതിക്കുവീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിക്കുവീൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ പ്രകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിക്കുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിനെ കീർത്തനം ചെയ്യും, അത് മനോഹരമല്ലോ. 134 ഒരു ആവർത്തനം അപ്രകാരം തന്നെയുള്ള ഒരു ആവർത്തനമല്ല, പക്ഷേ അതിൻ്റെ ഒരു റിപ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ദൈവത്തെ സ്തുതിക്കാനായിട്ട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുവാണ്. ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവത്തെ സ്തുതിക്കണം. യഹോവയുടെ ആലയത്തിലും ദൈവത്തിൻ്റെ ആലയത്തിന് പ്രാകാരങ്ങളിൽ നിൽക്കുന്നവർ, ഔട്ടർ കോർട്ട്, അവിടെ നിൽക്കുന്നവർ, അപ്പോൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുന്നത്. അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവിൻ, അത് മനോഹരമല്ലോ. യഹോവയെ സ്തുതിക്കുവിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം, അത് മനോഹരമല്ലോ എന്ന് പറയുകയാണ്. പ്രൈസ് ദ ലോർഡ് ബിക്കോസ് ഹി ഈസ് ഗുഡ്, സിംഗ് പ്രൈസസ് ടു ഹിസ് നെയിം ബിക്കോസ് ഹി ഈസ് കൈൻഡ്. ദൈവം നല്ലവനാണ്, അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, അത് മനോഹരമെന്നാണ് കീർത്തനം ചെയ്യുന്നത്. ഇനി 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ
യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ മുമ്പ് ചിന്തിച്ച ചിന്ത, സെപ്പറേറ്റഡ്, ചൂസൺ ഫ്രം ദ വേൾഡ്. ലോകത്ത് നമ്മൾ വലിച്ചെടുത്തിരിക്കുക. മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ മോശ എന്ന് പേരിട്ടത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ദൗത്യത്തിനായി ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി നമ്മളെ ഈ ലോകത്തു നിന്ന് വലിച്ചെടുത്തിരിക്കുക, വേർവെച്ചെടുത്തിരിക്കുക. ആ വേർപാട് നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തീയതയിലാണോ നമ്മൾ ചിന്തിക്കുക. ഒരു സെപ്പറേഷൻ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൈക്കീഴിലാണ് നമുക്ക് മനസ്സിലാകും. ഒരു തിന്മകളുടെ പ്രവൃത്തികളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്കതിനോടൊരു അകൽച്ച വരുന്നുണ്ടെങ്കിൽ, യെസ്, ഗോഡ്, ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പാക്കുവാനായിട്ട് സാധിക്കും. ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുവാനും ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാനുമുള്ള ഒരു ഹൃദയം, അതാണ് ദൈവികമായത്. ദാവീദ് എൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയും, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയും. ദൈവത്തെ എങ്ങനെയാണോ ആഗ്രഹിച്ചത്, പക്ഷെ അതിന് വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട് ആ ജീവിതത്തിൽ. പക്ഷെ അതൊക്കെ റിസ്റ്റോർ ചെയ്തുകൊണ്ട്, യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് ദാവീദ് പിന്നെയും ദൈവകരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുകയാണ്. എവിടെ വെച്ചാണ് തെറ്റിപ്പോയത് കണ്ടെത്തി ആ തെറ്റിൽ നിന്ന് മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ദൈവം എപ്പോഴും നമ്മൾ പറയുന്നത്. ചിന്തിക്കുക, തെറ്റായ വഴിയിൽ എത്ര സ്പീഡിൽ പോയാലും സവിശേഷതയില്ലല്ലോ, അല്ലേ? തെറ്റായ വഴിയിലാണ് യാത്ര ചെയ്യുന്നത്, സ്പീഡിലാണ് പോകുന്നത്, നല്ല സ്പീഡിൽ പോവാണ്, ഏറ്റവും കഴിവതും ഫാസ്റ്റിലാണ് പോകുന്നത് ചെന്നെത്താനുള്ളത്. പക്ഷേ തെറ്റായ വഴിയാണെങ്കിലോ? അതുകൊണ്ട് ചിന്തിക്കുക, നമ്മൾ പോകുന്ന വഴിയിൽ അത് നമ്മുടെ വഴി ശ്രദ്ധിച്ച് നോക്കണം. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന വഴിയിൽ കൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കണം. ലോകം പല വഴികളും നമ്മുടെ മുമ്പിൽ വെക്കും, നല്ലതെന്ന് തോന്നിക്കുന്ന, പക്ഷേ അത് നാശത്തെങ്കിലേക്കുള്ള വഴിയാണ്. ഇങ്ങനെ ഒരു ചിന്ത ഒരു പത്രത്തിൽ വന്ന ഒരു ചിന്ത വായിച്ചിട്ടുണ്ട്, നേരത്തെ വായിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. ഒരു മനുഷ്യൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നരകത്തിൽ ചെല്ലുകയാണ്. അവൻ നരകത്തിൽ ചെന്നു. കാരണം അവൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ ചെന്നപ്പോൾ ഒരു ആഡ് കാണും, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇതിൻ്റെ കുറിച്ച് പറയുന്ന, ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുന്ന ഒരു ചിത്രമാണത്. ഒരു ആർട്ടിക്കിൾ, ഒരു കാർട്ടൂൺ പോലത്തെ ഒരു ഇത്. അപ്പോൾ ഇവൻ മരിച്ച ഉടനെ ഇവൻ ചെല്ലുന്ന ഉടനെ ഇവൻ 2 വഴികൾ കാണുകയാണ്. അപ്പോൾ ഒന്ന് സ്വർഗത്തിലേക്കും ഒന്ന് നരകത്തിലേക്കും. സ്വർഗത്തിലേക്കൊന്നും അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല, അത് വളരെ ചുരുങ്ങി, പക്ഷേ വളരെ മനോഹരമാണ്. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങനെ ഈ ആഡൊന്നുമില്ല, അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല. എന്നാൽ സ്വർഗത്തിലേക്കുള്ള, നരകത്തിലേക്കുള്ള അവിടെ മുഴുവൻ അഡ്വർടൈസ്മെൻറ്റാണ്. നിങ്ങൾക്ക് ആദ്യം അവിടെ ബോർഡ് വെച്ചിരിക്കുക, ഭൂമിയിലെ കാര്യങ്ങൾ ഓർത്തുകൊള്ളുകയെന്ന്. അപ്പോൾ ഭൂമിയിലെ കാര്യങ്ങൾ ഓർത്തപ്പോൾ അവിടുത്തെ സുഖങ്ങൾ, അവിടുത്തെ എല്ലാ അതൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ എനിക്കത് വേണം എന്ന് പറഞ്ഞ് അവൻ ആ വഴി തിരഞ്ഞെടുക്കുക, നരകത്തിലേക്കുള്ള വഴി. അവിടെ ചെന്ന ഉടനെ പറഞ്ഞിന് നേരെ വിപരീതമാണ്. അവിടെ അഗ്നിയും ഗന്ധവും അതും ഒക്കെയാണ്, ഇവിടുത്തെ സുഖങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ തെറ്റായിട്ടുള്ള ബോർഡ് വെച്ചിരുന്നത് ഭൂമിയിലെ കാര്യം ഓർത്തുകൊള്ളുവാൻ പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ കബളിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഈ സീറ്റൻ അവൻ പറയുകയാണ്, എൻ്റെ ദൂതൻ പറയുകയാണ്, അത് ഞങ്ങൾ തെറ്റ് പറഞ്ഞില്ലല്ലോ, ഞങ്ങളെന്താ പറഞ്ഞു, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഭൂമിയിലെ കാര്യം ഓർത്തുകൊള്ളുവീനെന്ന്. ഓർക്കാനേ പറ്റത്തുള്ളൂ, ഇറ്റ്സ് നോട്ട് റിയൽ ഹിയർ, അതിവിടെ കിട്ടുകയില്ല, അതിവിടെ യാഥാർത്ഥ്യമല്ല, അത് ഓർത്തുകൊള്ളാനാണ് പറയുന്നത്. അപ്പോഴാണ് ഇവർക്ക് ഇദ്ദേഹത്തിന് മൂടത്തരം മനസ്സിലായി. ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാനുള്ള ഒരിതാണ്. പക്ഷേ അതിനകത്തൊരു വലിയൊരു സത്യമുണ്ട്. അതായത് നമ്മൾ ഈ ലോകത്തിൻ്റെ വഴിയിൽ കൂടെ പോകാതെ, അതിൻ്റെ ഇതിൽ കൂടെ പോകാതെ ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ, ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ പറയും, യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്നെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. അല്ലെ, ദേവന്മാരെന്ന് പേരുള്ളവരുണ്ട്, പക്ഷേ എല്ലാവരിലും ശ്രേഷ്ഠൻ ദൈവം തന്നെ. അല്ലേ, ഓരോന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയായിട്ടാണ് പലതിനും കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യരുടെ സൃഷ്ടി മാത്രമല്ല, വീഴ്ച സംഭവിച്ച മാലാഖമാർ, അവരാണ് സൈറ്റനിക് ഇതിലേക്ക് വന്നിട്ട് അവരാണ് ഓരോ ആരാധനാമൂർത്തിയുടെ ഇടത്തിലേക്കൊക്കെ മനുഷ്യനെ അങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് ആ തെറ്റായ മാർഗത്തിലേക്ക് വരെ നയിക്കുന്നത്, ഈവിൾ ഫോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പറയുകയാണ് 6-ാമത്തെ വാക്യത്തിൽ, ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അവിടെയാണ് പ്രത്യേകത. ദൈവത്തിന് ഇഷ്ടമാണ് നടക്കുന്നത്. ദൈവം അനുവദിക്കാതെ ഒന്നും സാധിക്കില്ല. ശത്രുവിന് പോലും അവന് കാലം കൊടുത്തിരിക്കുക.
ആ ഭൂതഗ്രസ്തനായ മനുഷ്യനെ സൗഖ്യമാക്കാൻ കർത്താവ് അവിടെ ചെന്നപ്പോൾ അവൻ ചോദിക്കുകയാണ്, സമയത്തിനും അവനുണ്ടായിരുന്ന ദുഃഖം ചോദിക്കുകയാണ്, സമയത്തിനുമേ ഞങ്ങളെ ദണ്ഡിപ്പാൻ വന്നു പോകുന്നു. അപ്പം അവന് ദണ്ഡനത്തിൻ്റെ സമയമുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് അവൻ പന്നികളിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുകയാണ്, പന്നികളിലേക്ക് പോവുക. അപ്പോൾ ഒരു പന്നിയിൽ ശത്രുവിന് കടക്കണമെങ്കിൽ പോലും അത് ദൈവത്തിന് അനുവാദം വേണമെന്നുള്ളതാണ്. സർവശക്തനാണ് ദൈവം, ഓൾമൈറ്റിയാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ദേഹത്തെ കൊന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിന് ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല ദേവന്മാരെക്കാൾ ശ്രേഷ്ഠം എന്ന് ഞാൻ, ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അവൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു. അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു. തൻ്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഓരോ സമുദ്ര പഠന അതിൻ്റെ ഗവേഷകർ, ആ പഠനം നടത്തുന്നവർ കണ്ടെത്തിയാണ്, സ്വാഭാവികമായിട്ട് പ്രകൃതി നടക്കുന്ന ഒരിതാണ് നീരാവി പൊങ്ങുക സമുദ്രത്തിൽ നിന്നൊക്കെ ചൂടുകാലത്തൊക്കെ. അതിൻ്റെ അളവൊക്കെ എടുത്താൽ ടൺ കണക്കിന്, അത് സാധിക്കത്തില്ല. മനുഷ്യൻ അങ്ങനെ ഒരു നീരാവി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ സാധിക്കത്തില്ലെന്ന് പറയുന്നത്. അത് പ്രകൃതി, ദൈവം ഉയരുമാറാക്കുന്ന അല്ലേ, നീരാവി പൊങ്ങുമാറാക്കുന്നു എന്ന് പറയാം. അപ്പോൾ അതിനൊരു ഫോഴ്സ് ഇല്ലേ, അതൊരു ശക്തിയില്ലേ, അത് ദൈവം വെച്ചതാണത്. മനുഷ്യനത് ശ്രമിച്ചാൽ പറ്റത്തില്ലെന്ന് പറയുന്നത്. ആ പഠനം അവർ പറയുകയാണ്, ശാസ്ത്രശാഖ പറയുകയാണ്, ഇറ്റ്സ് ഇമ്പോസിബിൾ ടു അങ്ങനെ നീരാവിയാക്കുവാൻ സാധിക്കത്തില്ല. മനുഷ്യൻ എത്ര ടൺ കൽക്കരി കൊണ്ടുപോയി ഇത് ചെയ്താൽ സാധിക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങൾ, അതെല്ലാം മിറാക്കിൾസ്, ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ക്രിയകൾ. അവൻ മഴയ്ക്കായി മിന്നലുകൾ ഉണ്ടാക്കുന്നു. തൻ്റെ ഭണ്ഡാരങ്ങളിൽ കാറ്റ് പുറപ്പെടുവിക്കുന്നു. മഴയ്ക്ക് മിന്നലുകൾ, മഴയും മിന്നലും ഒക്കെ ചേർന്ന് വരുന്നു. എല്ലാം പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങളാണ്. തുറന്നു പറയുകയാണ്, അവൻ മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു. മിസ്രയീമെ, നിന്റെ മധ്യേ അവൻ ഫറവോന്റെ മേലും അവൻ്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. ഇവിടെ പറയുകയാണ്, മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു. അപ്പം ഇത് കണ്ടിട്ട് ചിലർ പറയും ദൈവം ക്രൂരനല്ലേ എന്ന്. മിസ്രയീമ്യരുടെ ആദ്യജാതന്മാരെയൊക്കെ കൊന്നു കളഞ്ഞില്ലേ അവിടെ. കുഞ്ഞാടിനെ അറുത്തിയ ആ സന്ധ്യയിൽ ബാധ തട്ടിയവരൊക്കെ മരിക്കുന്നുണ്ട്, ആ ആദ്യജാതന്മാർ. എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് നടന്നൊരു സംഭവത്തിൻ്റെ പ്രതിക്രിയയാണത്. എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറയും അല്ലേ. എന്ന് പറഞ്ഞാൽ ദൈവിക നിയമത്തിൽ ദൈവം പ്രതിക്രിയ നടത്തുന്നതിനാണ്. കാരണം എന്താണ്? മോശയുടെ കാലത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം, ആൺകുഞ്ഞുങ്ങളെ എല്ലാം നൈൽ നദിയിൽ എറിയാനായിരുന്നു കൽപ്പന. അങ്ങനെ എത്ര കുഞ്ഞുങ്ങൾ എറിഞ്ഞു കാണും, ആൺകുഞ്ഞുങ്ങളെല്ലാം എറിഞ്ഞു കളയും. അതിന് പകരമായിട്ടാണ്. അപ്പം അന്നത്തെ നിയമം എന്താ? പഴയ നിയമ പ്രമാണം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതാണ് ആ പ്രമാണം. പുതിയ നിയമ പ്രമാണമല്ല പഴയ നിയമത്തിൽ. കാരണം ദൈവത്തിൻ്റെ കൃപയുടെ അത് വന്നിട്ടില്ല. അപ്പം അതിനനുസരിച്ച് അവിടെ പറയാം, അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം നീതിയോടെ അവരോടും ചെയ്യുകയാണ്. നീതിയാണ്, ദൈവിക നീതിയാണ്. സൃഷ്ടാവിനോട് ചോദ്യം ചോദിക്കാൻ ആർക്ക് സാധിക്കും? അവിടെ അത് കാണണം. കുഞ്ഞുങ്ങളുടെ അവസ്ഥ പിന്നെ നമുക്കറിയത്തില്ല, അത് ദൈവം നോക്കിക്കൊള്ളും. കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അവരുടെ പിൽക്കാലത്തെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഏതായാലും ഇവിടെ നമ്മൾ കാണുകയാണ്, അവൻ മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു. മിസ്രയീമെ, നിന്റെ മധ്യേ അവൻ ഫറവോന്റെ മേലും അവരുടെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണ്. നമുക്കത് തുറന്നുള്ള ചിന്തയിൽ അത് ചിന്തിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. സകലവും അറിയുന്ന, സകലവും ഭരിക്കുന്ന, തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അവിടുത്തെ പരിപൂർണ നല്ല ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ തരുന്നു, ഞങ്ങളെ ഏർപ്പെടുന്ന ഓരോ കാര്യങ്ങളെയും തരുന്നു കർത്താവേ. അവിടുത്തെ ഹിതം മുഴുവനും ചെയ്യുവാൻ, അവിടുത്തെ ഹിതമൊക്കെയും ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തണമേപ്പാ. അവിടുത്തെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളിൽ പ്രവർത്തിച്ച അസാധ്യങ്ങളെ സാധ്യമാക്കണമേ. ആ സമുദ്രത്തിലെ ജലത്തെ നീരാവിയാക്കി പൊങ്ങുമാറാക്കി അത് മഴയ്ക്കായി ഒരുക്കുന്ന സർവശക്തനെ അവിടുത്തെ ജ്ഞാനം എത്ര വലിയത്, അവിടുത്തെ ശക്തി എത്ര അപരിമേയമായത്. അപ്പം ഞങ്ങളിലും അവിടുത്തെ അത്ഭുതമേറിയ ശക്തി പ്രകാരം ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിച്ച് അതിശയങ്ങളും ഞങ്ങളിൽ കൂടെ അവിടുന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കും എന്നുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ നന്മകളും നിറയ്ക്കണമേ. ദൃത്തോളം കൊണ്ട് നല്ല കൃപയ്ക്കായ സ്തുതി മഹത്വത്തോട് മാത്രം എടുക്കണമേ. പിതൃത്വ പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ. നാൾതോറും താൻ ചെയ്തവയാം നന്മകൾക്കായി സ്തുതി പാടാം. ഇമ്മാനുവേലായവനാം പൊന്നേശുവിൻ്റെ തിരുനാമം. ഇമ്മാനുവേലായവനാം പൊന്നേശുവിൻ്റെ തിരുനാമം. സന്തതമുയര